ആരംഭിച്ച സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, നേരത്തെ ഇറാനുമായി നേരിട്ടുള്ള യുദ്ധമായിരുന്നെങ്കിൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുള്ള പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് അത് ലോകത്തെ ആകമാനം ഒരു സംഘർഷാവസ്ഥയുടെ പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലേക്ക് സംഘർഷങ്ങൾ മാറിയിരിക്കുകയാണ്. ഇത് ആണ് പെട്ടെന്നുള്ള സ്വർണത്തിന്റെ ഒരു കുതിച്ചുകയറ്റത്തിന് കാരണമായിരിക്കുന്നത്. നിലവിൽ ബിസിനസ് പൊതുവെ മന്ദയോജിച്ച രീതിയിലായിരുന്നു പോകുന്നത്. കാരണം സ്വർണ്ണവില ഇങ്ങനെ അടിക്കടി താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ താഴേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് സ്വർണം വാങ്ങാനുള്ള ആളുകൾ സ്വർണം വാങ്ങാതെ വെയിറ്റ് ചെയ്യും. അതുപോലെ സ്വർണം വിൽക്കാനുള്ള ആളുകൾ ഈ മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിന് അറുതി വരുമെന്നും തിരിച്ചു വില കൂടുമെന്നുമുള്ള പ്രതീക്ഷയിൽ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ രീതിയിൽ ഉള്ള മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടായതിനെ തുടർന്നാണ് ഇപ്പോൾ 1-2 ദിവസമായി വിലയിൽ ഇങ്ങനെ വർധനവ് കാണിക്കുന്നത്. ഇന്നലെ ചെറിയ തോതിലുള്ള വർധനമാണെങ്കിൽ ഇന്ന് 1 ഗ്രാമിന് 210 രൂപയോളം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ആളുകളെ കൂടുതൽ ആശങ്കയിലേക്ക് ആഴ്ത്തും. വിൽക്കാനുള്ള ആളുകൾ ഒരുപക്ഷെ വീണ്ടും വർദ്ധിക്കുമെന്നൊക്കെ വിചാരിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും വാങ്ങേണ്ട ആളുകൾ ഈ ഒരു അവസരത്തിൽ കൂടുതലായി ജ്വല്ലറികളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അത് ഈ വിലയെ ആശ്രയിച്ചിരിക്കും. ഈ ഓരോ ദിവസത്തിൽ ലഭിക്കുന്ന അപ്ഡേറ്റുകളെ ആശ്രയിച്ചായിരിക്കും ഈ സ്വർണ്ണ വിപണി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇങ്ങനെ സ്വർണ്ണവില കൂടുന്ന ഒരു ട്രെൻഡിലേക്ക് എത്തിയാൽ ആളുകൾ കൂടുതൽ വാങ്ങേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അതിലേക്ക് അതിനുള്ളൊരു ശ്രമം നടത്തും. അത് ജ്വല്ലറികളിൽ തിരക്കുണ്ടാവാനുള്ള സാധ്യതയിലേക്ക് എത്തിക്കും. നിലവിൽ സ്വർണം വീണ്ടും തിരുത്തൽ പാതയിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ സ്വർണം കയ്യിലുള്ളവർ അത് ഉടനടി വിൽക്കാതെ കാത്തു നിൽക്കുന്നതാണോ നല്ലത്? ഒപ്പം പുതിയ സ്വർണം വാങ്ങുന്നവരെ സംബന്ധിച്ച് എന്താണ് അവസ്ഥ? പുതിയ സ്വർണം വാങ്ങുന്നവർക്കും ഇപ്പോൾ വാങ്ങാനായിട്ട് പറ്റിയ സമയമാണ്. കാരണം വില ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം മനസ്സിലാക്കുന്നത് ചൈനയിലെ പ്രമുഖ ബാങ്കുകൾ ജൂലൈ 24 ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ ലിവറേജ് റീറ്റെയിൽ വ്യാപാരം അവസാനിപ്പിക്കും എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട്. അത് സ്വർണത്തെ ഉയർത്തുന്നതിലേക്ക് എത്തും. അതുകൂടാതെ യുഎസിനെയും ഇറാനെയും ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് മധ്യസ്ഥരായി പ്രവർത്തിക്കുന്ന തരത്തിലേക്കൊക്കെ ചൈന പ്രവർത്തിക്കും എന്നുള്ള തലത്തിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇതിലേക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഒരു $4200 വരെ സ്വർണ്ണവില എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് എത്ര കണ്ട് ഇപ്പോൾ നിലവിൽ 4100 മുകളിലേക്ക് സ്വർണ്ണവില എത്തിയിട്ടുണ്ട്. ആ $4100 കഴിഞ്ഞ് നിൽക്കുന്ന സ്വർണ്ണവില $4200 എന്ന സംഖ്യയിലേക്ക് എത്തുമ്പോൾ സ്വർണ്ണവില വീണ്ടും ഒരു കുറച്ചും കൂടി ഉയരങ്ങളിലെത്തും. അതിനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് സ്വർണം വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് കൂടുതൽ വില വർദ്ധിക്കുന്നതിന് മുന്നേ തന്നെ സ്വർണം വാങ്ങി അതിന്റെ നേട്ടം കരസ്ഥമാക്കാവുന്നതാണ്. അവർ സ്വർണം വിൽക്കാനുള്ള ആളുകൾ 1-2 ദിവസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഒരുപക്ഷെ കുറച്ചുകൂടി ഉയർന്ന ഒരു നിരക്ക് സ്വർണം വിൽക്കുന്ന ആളുകൾക്ക് ലഭിക്കാൻ 1-2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്താൽ ഒരുപക്ഷെ സാധിച്ചേക്കും എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്കൊന്നും ഇതെല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. ഓരോ ദിവസവും ഇപ്പോൾ ഈ ചർച്ച മധ്യസ്ഥ ശ്രമം നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു രാത്രിയിലെ ബോംബിംഗ് കൊണ്ട് ഒക്കെ ഇതൊക്കെ ഇല്ലാണ്ടാവാനായിട്ട് ഉള്ള കാര്യം വിദൂരമല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രഡിക്ഷനിലൂടെ അല്ലെ സ്വർണം വില കൂടുമെന്നോ കുറയുമെന്നോ നമുക്ക് തീർത്തും ഉറച്ചു പറയാനായിട്ട് സാധിക്കാത്ത ഒരു സ്ഥിതി നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട് എന്നുള്ളതും നമുക്ക് ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.